നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഗാന്ധി ആശ്രമമാണ്. അപ്പോൾ ഇവിടെ എൻട്രൻസിൽ തന്നെ കാണാൻ പറ്റുന്നത് ഒരു സ്പിന്നിങ് വീലിൻ്റെ ഒരു മോഡലാണ്. ഇവിടെ സബർമതി ആശ്രമം ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ വരും. പിന്നെ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലെറ്റർ ബോക്സ് ആണ്. ഇതിൻ്റെ അകത്ത് ലെറ്റർ ഇട്ടാൽ നമുക്കൊരു സ്പെഷ്യൽ സീല് കിട്ടും. പിന്നെ ഇവിടെ സബർമതി ആശ്രമം പല ലാംഗ്വേജസിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, എത്ര ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്, എന്ത് രസകരമാണ് ഇവിടെ കാണാൻ, എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ. പിന്നെ ഇത് ഗാന്ധിജിയുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. പിന്നെ ഇത് റിവർ സബർമതിയാണ്. അഹമ്മദാബാദ് ഈ റിവറിന്റെ 2 സൈഡുകളിലായിട്ടാണ് വരുന്നത്. ഇത് റിവർ ഫ്രണ്ട് ആണ്. എന്ത് മെയിൻറ്റെയിൻഡ് ആണ് ഈ റിവർ നോക്കിയേ. ഡൽഹിയിലെ യമുന നദിയും വെച്ച് കമ്പയർ ചെയ്യേ, എന്ത് മെയിൻറ്റെയിനും, എന്ത് സുന്ദരം. ആ പാലൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗാന്ധിജി താമസിച്ച വീട്ടിലേക്കാണ്. 12 വർഷം ഇവിടെ താമസിച്ചു. അപ്പോൾ ചെറുപ്പൊക്കെ ഊരണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്ത് സുന്ദരമാണ്. പക്ഷികളുടെ ഒച്ചയൊക്കെ വരുന്നുണ്ട്. നമുക്ക് നല്ല സൈലൻസ് ആണ് ഇവിടെ, നല്ല ശാന്തതയാണ് ഇവിടെ. ഇവിടെ ആൾക്കാർ ഇരിക്കുന്നു, വിശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് മെയിൻറ്റെയിൻഡ് ആണ്. ഇത് നമ്മുടെ ഇപ്പോൾ സന്ധ്യയൊക്കെയായി ഇതൊക്കെ ജെറ്റൊക്കെ പോയ ഒരു വരയൊക്കെ ഉണ്ട് ഇവിടുന്ന്. പിന്നെ നല്ല ശാന്തത ഉള്ളൊരു മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അത്ര ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം, നല്ലൊരു സ്ഥലമാണ്. ഇങ്ങോട്ട് അഹമ്മദാബാദിൽ വന്നാൽ ഇവിടെ ഉറപ്പായും വരണം. റൂഫൊക്കെ ഇവിടെ അതേ പഴയ മോഡൽ തന്നെയാണ്, ഒട്ടും മാറ്റിയിട്ടില്ല. നല്ല മെയിൻറ്റെയിൻഡ് ഒക്കെയാണ് ഇവിടെ. സൂപ്പർ ഒരു നല്ലൊരു സ്ഥലമാണിത്. നമുക്കിനി ഒന്ന് വീടിൻ്റെ അകത്ത് കയറി നോക്കിയാലോ. എൻ്റെ കൂടെ വാ. ഗാന്ധിജിയുടെ റൂമാണ് ഇത്. ഗാന്ധിജി യൂസ് ചെയ്ത സ്പിന്നിങ് വീലും. അപ്പൊ ഗാന്ധിജിയൊക്കെ നിലത്തിരുന്നിട്ടായിരുന്നു ലെറ്ററൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഇത് ഹൃദയകുഞ്ചിന് അവരുടെ വീടിനെ പറ്റി പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇനി ഇത് ഒരു വരാന്ത പോലത്തെ ഒരു ചില്ലിങ്, ഒരു നല്ലൊരു സ്ഥലം. പിന്നെ ഇത് കസ്തൂർബ ഗാന്ധിജിയുടെ വൈഫിന്റെ ഒരു റൂമാണ്. അപ്പോൾ ഇവിടെ ഗാന്ധിജിയുടെ വൈഫൊക്കെ താമസിച്ചിരുന്നായിരുന്നു. പിന്നെ ഇത് ഗാന്ധിജിനെ പറ്റി പല കാര്യങ്ങളും, ഗാന്ധിജിയുടെ ഫുൾ ലൈഫ് എങ്ങനെയുണ്ട്, എങ്ങനെയായിരുന്നു വളർന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഇവിടെ അതിനെപ്പറ്റി പറയും. പിന്നെ ഇത് ഗാന്ധിജിയുടെ കിച്ചണാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ കിച്ചണാണിത്. ഇവിടെ ഗാന്ധിജിയുടെ കുറെ സാധനങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല പ്രഷ്യസ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. സ്പൂണ്, ബുക്ക്, പിന്നെ ചപ്പൽ, പാത്രങ്ങൾ, സ്പെക്സ്, എങ്ങനെ ഇരുന്നായിരുന്നു, അപ്പം അതൊക്കെ ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇങ്ങോട്ട് പോയിട്ട് കാണുന്നത് നമുക്ക് മ്യൂസിയമാണ്. അപ്പം ഇവിടെ ഗാന്ധിജിനെ പറ്റി ഫോട്ടോഗ്രാഫിയിലും ലെറ്റേഴ്സിലും ഒക്കെ ഗാന്ധിജിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. If blood be shed, let it be. Gandhiji is the father of nation. ഇത് ഗാന്ധിജിയും ഗാന്ധിജിയുടെ വൈഫും കസ്തൂർബ ഗാന്ധിയും.
വലിയ ആൾക്കാർ ഗാന്ധിജിയെ പറ്റി എന്തൊക്കെ പറയുന്നുണ്ടെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ മെസ്സേജ് ആണ്, മേരാ ജീവൻ ഹി മേരാ സന്ദേശ, മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ്. ഇത് ഗാന്ധിജിയുടെ ഒരു സന്ദേശമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്ന് പഠിക്കും. പിന്നെ ഇത് ഗാന്ധിജിയുടെ പല പല ഒപ്പുകളാണ്. അപ്പോ ഇത് കണ്ടില്ലേ, ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇതാണ് ഗാന്ധിജിയുടെ പേരൻസ്, കരംചന്ദും പുത്ലിഭായിയും. ഇത് ഗാലറിയാണ്. ഇത് കണ്ടില്ലേ, ഗാന്ധിജി ലണ്ടനിൽ പോയി ലോ പഠിച്ചതായിരുന്നു. അപ്പോ അവിടുന്ന് സൗത്ത് ആഫ്രിക്കയിൽ ചെന്നിട്ടാണ് ഗാന്ധിജി പ്രാക്ടീസ് ചെയ്തത് ലോ. ഇവിടുന്നാണ് ശരിക്കും പറഞ്ഞ ഈ അഹിംസ പിന്നെ സമരമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഈ പ്രൗഡ് മൂവ്മെന്റ് ഒന്ന് ഓർക്കാൻ പറ്റുമോ? പിന്നെ ഇവിടെ കണ്ടില്ലേ എത്ര പിക്ചേഴ്സ് ആണ് ഇവിടെ. ഈ ഗാലറിയിൽ 6000 പിക്ചേഴ്സ് ഉണ്ട്. ദണ്ഡ് യാത്രയുടെ ഒരു 3 ഡൈമെൻഷണൽ സീനാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഗാന്ധിജി ഉപ്പെടുക്കുന്ന ഒരു സീനാണ് ഇവിടെ. ഗാന്ധിജി ഉണ്ട്, ബാക്കി ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ കുറെ പേരിങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. ദണ്ഡ് യാത്ര കഴിഞ്ഞിട്ട് ഗാന്ധിജി ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. അതാണ് ഫൺ ഫാക്ട്. സബ്സ്ക്രൈബും ലൈക്കും പിന്നെ ഒരു കമന്റും തരണേ. അപ്പോ